ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 ഡോട്ട്സ് എന്ന പാഠഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി. The infection spread to my other eye until I could see nothing at all. No trees or sparrows, no faces, no loaves of bread. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റ് വായിക്കുക. എന്നിട്ട് വാട്ട് വുഡ് ബി ദ തോട്ട്സ് ദാറ്റ് പാസ്ഡ് ത്രൂ ലൂയി മൈൻഡ് വെൻ ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് ആ കോളത്തിൽ എഴുതുക. How can I read? How can I see the things I want to eat? I shouldn't have played with the all. I should have been more careful. I cannot see my parents. അപ്പോൾ ഇങ്ങനെ അവന് വന്നിട്ടുണ്ടാകാവുന്ന തോട്ട്സുകളൊക്കെ ആ കോളത്തിൽ എഴുതുക. 2 അവിടെ കൊടുത്തിട്ടുണ്ട്, 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 അവിടെ എഴുതുക. റൈറ്റ് ലൂയിസ് തോട്ട്സ് ഇൻ എ പാരഗ്രാഫ്. അടുത്തത് നമ്മൾ നേരത്തെ എഴുതിയ തോട്ട്സ് എല്ലാം ഒരു പാരഗ്രാഫായിട്ട് എഴുതുക. I wonder how can I read? How can I see the things I want to eat? I shouldn't have played with the all. I should have been more careful. I cannot see my parents. ഇനി അടുത്ത ആക്ടിവിറ്റി. At the school for the blind, a guide led Louis to the school library. Discuss in groups how visually challenged children in your school can be guided to find their way. Write down the directions. അപ്പോൾ നമ്മൾ ഈ കഥയിൽ നമ്മൾ കണ്ടു, ലൂയിസിനെ അവൻ സ്കൂളിലെത്തിയപ്പോൾ ഒരു ഗൈഡാണ് അവനെ എല്ലാവിടെയും കൊണ്ടുപോയത്. സ്കൂൾ ലൈബ്രറിയിലേക്കും മറ്റുമൊക്കെ അവനെ കൊണ്ടുപോയത് ഒരു ഗൈഡായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കെങ്ങനെ ഒരു വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളെ നമുക്കെങ്ങനെ ഗൈഡ് ചെയ്യാം എന്ന് കുറച്ച് സെൻറ്റൻസുകളിലായിട്ട് താഴെ എഴുതുക. എങ്ങനെ എഴുതാം? ഗോ സ്ട്രൈറ്റ് ഫ്രം ദ ഗേറ്റ്. If you want to reach the school, take 30 steps and you reach the school. If you want to go to library, come out of the classroom, turn right and take 15 steps and you reach library. Try to remember the distance of things around you. Train your senses like hearing, touch and smell to find your way. Be careful. ഇങ്ങനെ സെൻറ്റൻസുകളായിട്ട് നമുക്ക് എങ്ങനെ ഗൈഡ് ചെയ്യാം എന്ന് താഴെ എഴുതുക. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. മൂന്നാമത്തെ ആക്ടിവിറ്റി. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. I am sorry, but I didn't want people to feel sorry for me. Did you notice any word with an apostrophe here? Can you underline such words? അപ്പോൾ ഈ സെൻറ്റൻസിൽ അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിരിക്കുന്ന വേർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ കഴിയുമോ? ഐ ആം സോറി, ഏതാണ് അവിടെ അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്? ഐ ആം. ബട്ട് ഐ ഡിഡിൻറ്റ് വാണ്ട് പീപ്പിൾ ടു ഫീൽ സോറി ഫോർ മീ, അവിടെ ഏത് വേർഡാണ് അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിരിക്കുന്നത്? ഡിഡിൻറ്റ്. I am is a short form of I am. I am is a short form of I am. I am എന്നുള്ളത് അവിടെ ചുരുക്കി എഴുതിയിരിക്കുകയാണ്. ഒരു അപ്പോസ്ട്രോഫി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചുരുക്കി എഴുതിയിരിക്കുകയാണ്. Didn't is a short form of did not. Did notഉം അവിടെ ഒരു അപ്പോസ്ട്രോഫി ഉപയോഗിച്ച് ചുരുക്കി എഴുതിയിരിക്കുകയാണ്. They are called contracted forms. അപ്പോൾ I am, didn't എന്ന് പറയുന്നത് കോൺട്രാക്റ്റഡ് ഫോംസ് ആണ്. എന്താണ് കോൺട്രാക്റ്റഡ് ഫോംസ്?
Contracted forms are shortened ways of writing two words together. We use an apostrophe to replace the missing letter or letters. അപ്പോൾ രണ്ട് വേർഡുകളെ ഷോർട്ടൺ ചെയ്ത് എഴുതുന്നതിനെയാണ് കോൺട്രാക്റ്റഡ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഷോർട്ടൺ ചെയ്ത് എഴുതുമ്പോൾ അവിടെ നമ്മളൊരു അപ്പോസ്ട്രോഫി ഉപയോഗിക്കും. എന്തിന്? അവിടെ മിസ്സായ ലെറ്ററിന് പകരമായിട്ടാണ് നമ്മൾ അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി അഗെയിൻ. ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസസ് വിത്ത് കോൺട്രാക്റ്റഡ് ഫോംസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ഈ സ്റ്റോറി ഒന്നും കൂടെ വായിച്ച് ഈ കോൺട്രാക്റ്റഡ് ഫോംസ് വന്നിട്ടുള്ള സെൻറ്റൻസസ് കണ്ടുപിടിച്ച് താഴെ ബോക്സിൽ എഴുതുക. ഏതൊക്കെയാണ് ആ സെൻറ്റൻസസ്? യു ആർ ടു കെയർലെസ് ലൂയി, I couldn't keep them away. You are each holding a message written with pattern of dots. ഇവിടെ you are, I couldn't, you are. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഷോർട്ടൻഡ് ഫോംസ്. നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്ന ഡിഫറെൻറ്റ് ഷോർട്ടൻഡ് ഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത്, നീനു ഈസ് ലുക്കിംഗ് ഫോർ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി കോൺട്രാക്റ്റഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. Can you help her to find them? Write them below. One has been done for you. അപ്പോൾ താഴെ കുറേ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ കോൺട്രാക്റ്റഡ് ഫോംസ് കണ്ടുപിടിച്ച് അത് താഴെ വീണ്ടും ആ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യുക. ടുമോറോ ദേ വിൽ ഗോ ഓൺ ഹോളിഡേ. ടുമോറോ ദേ വിൽ ഗോ ഓൺ ഹോളിഡേ. അവിടെ ദേ വിൽ എന്നുള്ളത് കോൺട്രാക്ട് ചെയ്ത് ദേ വിൽ ഗോ ഓൺ ഹോളിഡേ എന്നെഴുതി, അപ്പോസ്ട്രോഫി ഇട്ട് അതിനെ കോൺട്രാക്ട് ചെയ്ത് എഴുതി. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിലെയും ആ ഷോർട്ടൻഡ് ഫോംസ് കണ്ടുപിടിച്ച് ആ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യുക. ആസ് പ്ലാൻഡ് വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഇൻ ദ ഈവനിങ്. അവിടെ ഏതാണ് കോൺട്രാക്ട് ഫോംസ്? വി ആർ. ആസ് പ്ലാൻഡ് വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഇൻ ദ ഈവനിങ്. The children were excited. They had never seen such a beautiful festival. അവിടെ ഏതാണ് കോൺട്രാക്ട് ഫോംസ്? they had ചുരുക്കി എഴുതാം. they had never seen such a beautiful festival. I have always wanted to visit the backwaters. അവിടെ ഏതാണ് കോൺട്രാക്ട് ഫോം? I have അതാണ് കോൺട്രാക്ട് ചെയ്ത് എഴുതുന്നത്. I have always wanted to visit the backwaters. Where is the school located? അതെങ്ങനെ കോൺട്രാക്ട് ചെയ്ത് എഴുതാം? Where is the school located? അങ്ങനെ ആ കോൺട്രാക്ട് ചെയ്ത് എഴുതാം. അടുത്തത് ആക്ടിവിറ്റി 4. Dr. Pignier introduced a new pattern of chords. Louis could read the message by touch. He felt excited. അങ്ങനെ ഡോക്ടർ പിഗ്നിയർ, അവരുടെ ഹെഡ് മാസ്റ്റർ, ഒരു ന്യൂ പാറ്റേൺ ഓഫ് കോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെങ്ങനെയാണ്? തൊട്ട് വായിക്കുന്ന രീതിയിലുള്ള കോഡുകളായിരുന്നു. ലൂയിസ് അത് വായിക്കാൻ ശ്രമിച്ചു. അവന് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൻ വളരെ എക്സൈറ്റഡുമായിരുന്നു. ഇമാജിൻ ദാറ്റ് ലൂയി were living in our times. He rang up his father at night. Write a possible telephonic conversation between Louis and his father. അപ്പോൾ ലൂയിസ് നമ്മുടെ ഈ കാലത്തിലാണ് ജീവിക്കുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഫാദറുമായിട്ടൊരു ടെലിഫോണിക് കോൺവെർസേഷൻ തയ്യാറാക്കുക. ലൂയിസ് ഫാദറിനെ വിളിക്കുന്നതായിട്ടുള്ള ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ തയ്യാറാക്കുക. അതെങ്ങനെ എഴുതാം? അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലേ. Hi Louis, it's pretty late. What's going on? Dad, I just had to tell you something amazing. അങ്ങനെ ആദ്യം ഫാദർ ചോദിക്കുന്നതായിട്ട് പിന്നെ ലൂയി മറുപടി തരുന്നതായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ഒരു 6 ലൈനെങ്കിലും മിനിമം എഴുതുക. എത്ര വേണേലും എഴുതാം. ഇവിടെ ഇപ്പോൾ 6 ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 6 ലൈൻ കോൺവെർസേഷൻ എഴുതുക. എങ്ങനെ എഴുതാം? ആദ്യം ഫാദർ വിളിക്കുകയാണ്. ഗുഡ് ഈവനിങ് മൈ ഡിയർ സൺ,
അപ്പോൾ ലൂയി പറയുന്നു, ഹലോ ഡാഡ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ലൂയി പറയുന്നു, ഐ ആം വെരി എക്സൈറ്റഡ് ദാറ്റ് ഐ ഫൗണ്ട് എ ന്യൂ വേ ടു റീഡ്. അപ്പോൾ ഫാദർ ചോദിക്കുന്നു, വാട്ട്സ് ദാറ്റ്? അപ്പോൾ ലൂയി പറയുന്നു, ഐ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ പാറ്റേൺ ഓഫ് 6 dots ഫോർ ദ ബ്ലൈൻഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ലൈക്ക് നോർമൽ പീപ്പിൾ. അപ്പോൾ ഫാദർ പറയുന്നു, ഈസ് ഇറ്റ്? ദാറ്റ്സ് റിയലി അമേസിങ്. കൺഗ്രാറ്റ്സ് ബോയ്. ഐ ന്യൂ ദാറ്റ് യു ആർ എ ജീനിയസ്. അപ്പോൾ ലൂയിസ് പറയുന്നു, താങ്ക് യു ഡാഡ്, ഗുഡ് നൈറ്റ്. അങ്ങനെ കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എത്ര ലൈൻ വേണമെങ്കിലും എഴുതാം. നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് എത്ര ലൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ടെക്സ്റ്റിൽ എഴുതുമ്പോൾ ഇവിടെ 6 ലൈനേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 6 ലൈൻ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എഴുതണമെങ്കിൽ നിങ്ങൾക്കത് നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി. ഹിയർ ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് ദാറ്റ് അപ്പിയർഡ് ഇൻ വൺ ഓഫ് ദ ലീഡിംഗ് ഡെയിലീസ്. റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ താഴെ ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. എന്നിട്ട് വാട്ട് ഡസ് ദ ന്യൂസ് റിപ്പോർട്ട് ടെൽ യു? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. വാട്ട് വാസ് ദ ഇൻവെൻഷൻ? എന്തായിരുന്നു ഇൻവെൻഷൻ? The invention was the creation of a new alphabet called Braille to help visually challenged people. അടുത്തത്, who invented it? It was invented by Louis Braille. Where was it invented? It was invented at Royal School of Blind in Paris. Why is it important? It is important because the Braille system helped the blind people to read and write like normal people. അങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുക. ഇനി അടുത്ത ആക്ടിവിറ്റി. ഇമാജിൻ യു ആർ ഗോയിങ് ടു വിസിറ്റ് ലൂയിസ് ബ്രെയിലി. വാട്ട് വുഡ് യു ആസ്ക് ഹിം അബൌട്ട് ഹിസ് ഇൻസ്പിറേഷൻ, ചലഞ്ചസ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് ഇൻവെൻഷൻ? write down a few questions to ask him. അപ്പോൾ നിങ്ങൾ ലൂയിസ് ബ്രെയിലിയെ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ അവനെ കാണുമ്പോൾ അവനോട് എന്തൊക്കെ ചോദിക്കും? അവൻ്റെ ഇൻസ്പിറേഷൻ, അവൻ്റെ ചാലഞ്ചസ്, അവൻ്റെ ഇൻഫ്ലുവൻസ്. അവനൊരു പുതിയ കണ്ടുപിടുത്തം നടത്തിയില്ലേ, അതിൻ്റെ പിന്നിൽ അവൻ്റെ എഫേർട്ട് എന്തൊക്കെയാണ് എന്നെല്ലാം അന്വേഷിക്കാനാണ് നമ്മളവനെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ താഴെ എഴുതുക. വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ ഇൻവെൻഷൻ? ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എന്തൊക്കെ ചോദിക്കാം? വാട്ട് വാസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് യുവർ ഫാമിലി ആൻഡ് ടീച്ചേഴ്സ് ഇൻ യുവർ എഫേർട്സ്? വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് അവനോട് ചോദിക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി 7A. ലുക്ക് അറ്റ് ദ ഇൻവിറ്റേഷൻ കാർഡ് ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ്. അപ്പോൾ താഴെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്? ലൂയിസ് ബ്രെയിലീസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ. കം ജോയിൻ us ഫോർ ദ ഇവൻറ്റ് 6 PM January 4, 2024. റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, പാരീസ്. ഫോർമൽ വിയർ സജസ്റ്റഡ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇവൻ്റ്, ടൈം, സ്പെഷ്യൽ നോട്ട്, ഡേറ്റ്, വെന്യൂ ഇതെല്ലാം ഫില്ല് ചെയ്യുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ എന്താണ് ഇവൻ്റ്? ലൂയിസ് ബ്രെയിലീസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ. ടൈം 6 PM. സ്പെഷ്യൽ നോട്ട് ഫോർമൽ വിയർ സജസ്റ്റഡ്. ഡേറ്റും വെന്യൂ എന്താണ്? 4th January 2024. വെന്യൂ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, പാരീസ്. പിന്നെ അവിടെ പിൻ കോഡും കൊടുക്കാം, 75007 അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ അവിടെ എഴുതിയാൽ മതി. അങ്ങനെ അത് എല്ലാം ഫില്ല് ചെയ്യുക. അതുപോലെ അടുത്ത ആക്ടിവിറ്റി. യുവർ സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് Dr. C.V. Raman. Prepare an invitation card to inform the public about the event. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കുക.
എന്തിനെപ്പറ്റി? നിങ്ങളുടെ സ്കൂള് CV രാമൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയ സയൻറ്റിസ്റ്റിൻ്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കാം? ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക. മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു ഇൻവിറ്റേഷൻ കാർഡ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ആദ്യം സ്കൂളിൻ്റെ പേര് എഴുതുക. ഇവിടെ ഇപ്പോൾ ഞാൻ കാർമൽസ് പബ്ലിക് സ്കൂൾ പട്ടാമ്പി എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞ് താഴെ ഡേറ്റ് എഴുതുക. എന്നാണ് ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ആ ഡേറ്റ് എഴുതുക. 12th October 2025. എന്നിട്ട് താഴെ ആ ഇൻഫോർമേഷൻ എഴുതുക. എന്തിനാണ് ഇൻവിറ്റേഷൻ കാർഡ് എന്നുള്ളതിൻ്റെ ആ ഇൻഫോർമേഷൻ എഴുതുക. അവർ സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു സെലിബ്രേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് ഡോക്ടർ CV രാമൻ ഓൺ 7th November 2025. എന്നിട്ട് ടൈമും വെന്യൂ എഴുതുക. ടൈം 10 AM, വെന്യൂ എവിടെ വെച്ചാണ് നടക്കുന്നത്? സ്കൂൾ ഓഡിറ്റോറിയം. എന്നിട്ട് അത് കൺക്ലൂഡ് ചെയ്യുക. ദ പ്രോഗ്രാം വിൽ എൻഡ് ബൈ 12:30 PM. യു ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദ പ്രോഗ്രാം. അങ്ങനെ ഒരു ഇൻവിറ്റേഷനും കൂടെ കൊടുത്ത് ആരാണ് ഈ ഇൻവിറ്റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് താഴെ എഴുതുക. ഹെഡ് മാസ്റ്റർ ആയിരിക്കുമല്ലോ, അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ന് എഴുതുക. അങ്ങനെ ഒരു ബോക്സിൽ ഇതെല്ലാം എഴുതുക. അങ്ങനെ ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കാണുക. നമുക്ക് അടുത്ത ലെസണുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.